മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഗാന്ധിജി വളരെ ഇഷ്ടപ്പെടുകയും സ്ഥാപിക്കുകയും പരിപാലിക്കുകയും അവിടെ കഴിയുകയും ചെയ്തിരുന്ന സബർമതി ആശ്രമം ഗുജറാത്തിലാണ്. നമ്മുടെയൊക്കെ ഒരു വലിയ വികാരമാണ്. എനിക്കവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനവിടെ ഒരു ദിവസം ഏതാണ്ട് മുഴുവനായിട്ടും അവിടെ സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അഹമ്മദാബാദിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമൊത്ത് ഞാൻ പോയി അവിടെ. അപ്പോൾ അത് ആ ആശ്രമം എന്ന് പറയുന്നത് ഗാന്ധിജിയുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടതാണ്. 1917 ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ്. അതിനുശേഷം ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗവും എല്ലാ അവസരവും ആ ആശ്രമത്തിലാണ് അദ്ദേഹം കഴിഞ്ഞത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ട് വസ്ത്രം, ഖദർ അദ്ദേഹം അവിടെ നെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകർഷകരായിട്ട് ധാരാളം വിദേശികൾ അവിടെ അദ്ദേഹം ഉള്ളപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും ഇപ്പോഴും അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആളുകൾ വന്ന് ഈ ഗുജറാത്തിൽ പോകുന്നതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ കാണുക എന്നുള്ളതാണ്. ഗാന്ധിജി ഇവിടെ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം, ഗാന്ധിജി മരിച്ചു എന്നറിയാം. പക്ഷേ ഗാന്ധിജിയുടെ ഒരു പ്രതിരൂപമാണ് അവിടെ ആ സബർമതി ആശ്രമം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് വിദേശികൾക്ക്. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് വിദേശികൾ അവിടെ വരാറുണ്ട്, ഇപ്പോഴും സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാം. ഇപ്പോൾ പൊങ്ങി വന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗുജറാത്ത് ഗവൺമെൻറ്റിന് പെട്ടെന്നൊരു ഗാന്ധി സ്നേഹം വന്നു. എങ്ങനെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഗാന്ധിജി വിറ്റ് പൈസ വാങ്ങാനുള്ള ഒരു ഒരുക്കം പോലാണ് അത് യഥാർത്ഥത്തിൽ തുഷാർ ഗാന്ധിയുടെ പ്രസ്താവനയിൽ നമ്മൾ കാണുന്നത്. ആരാണ് ഈ തുഷാർ ഗാന്ധി? ഗാന്ധിജിയുടെ ചെറുമകൻ്റെ മകനാണ്. അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ എന്ന് നമ്മൾ പറയും, കൊച്ചുമോൻ്റെ മകൻ. അദ്ദേഹം ഇപ്പം ഗാന്ധിജിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ തുഷാർ ഗാന്ധിയാണ് അതിന് മുന്നിട്ടിറങ്ങി നിൽക്കുന്നത്. ഒരുപാട് നല്ല ഒരു സ്കോളറാണ്. ഒരുപാട് വിവരങ്ങളിൽ നല്ല അവഗാഢമായ അറിവ് അദ്ദേഹത്തിനുണ്ട്. നന്നായിട്ട് സംസാരിക്കും, പ്രസംഗിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ പലർക്കും അദ്ദേഹത്തിനെ ഇഷ്ടമല്ല. പലർക്കും എന്ന് പറയുന്ന ആരെ? ഗാന്ധിയെ ഇഷ്ടമല്ലാത്തവർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല. അത്രയും ഞാൻ പറയുന്നു. അതാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും ഇപ്പോൾ ഉള്ള ഒരു സംഭവം എന്താ? ഈ സബർമതി ആശ്രമം പുതുക്കി പണിയണം, അത് മോടി പിടിപ്പിക്കുക. അത് കൂടാതെ അവിടെ ഒരു ആശ്രമം പരിസരം എന്ന് പറയുന്നത് ഗ്രൗണ്ട് നല്ല കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. അവിടെ ഒരു തീം പാർക്ക് സ്ഥാപിക്കുക. അപ്പോൾ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ ഈ വിവരം വെളിയിൽ വന്ന ഉടനെ തുഷാർ ഗാന്ധി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. കാരണം ഇതൊരു മോണുമെൻ്റൽ സ്ട്രക്ചറാണ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 49, അതായത് 49ാം അനുച്ഛേദം, അതനുസരിച്ച് ഈ മോണുമെൻ്റുകൾ ഉണ്ടല്ലോ, സ്ട്രക്ചേഴ്സൊക്കെ, ആർക്കിയോളജിക്കൽ സ്ട്രക്ചേഴ്സ്, അതുപോലെ പരിപാലിക്കണം. ഇപ്പോൾ നമ്മൾ റോമിൽ ചെല്ലുന്ന അവിടുത്തെ കൊളോസിയം ഉണ്ട്. ഈ കൊളോസിയം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു സ്ട്രക്ചറാണ്. പക്ഷെ ആ ഇടിഞ്ഞു പൊളിഞ്ഞുള്ള ആ സ്ട്രക്ചറാണ് അതിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത്. അതാണ്. ഞാൻ പോയിട്ടുണ്ട്. അത് എന്തിനു പോയി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പടത്തിലൊക്കെ കാണും, അതുപോലെ നിൽക്കും. പൈതൃകത്തിൻ്റെ ഒരു വലിയ സ്മാരകമാണത്. അതേപോലല്ലേ ഈ സബർമതി ആശ്രമം? ഗാന്ധിജി ഇത്രയും നാൾ കഴിഞ്ഞ സ്ഥലം, താമസിച്ച സ്ഥലം, ഗാന്ധിജിയുടെ വാസസ്ഥലം, ഗാന്ധിജിയുടെ സ്വന്തമായിട്ടുള്ള സ്ഥലം, ഇത് ഗവൺമെൻറ്റിന് അടക്കം അതിന് സംശയമൊന്നുമില്ല, ആയിക്കോട്ടെ. പക്ഷേ അവിടെ ഇത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് വേറെ കെട്ടിടം പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അവിടെ തീം പാർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലോ, അവിടെ ഗാന്ധിജി പിന്നുണ്ടോ? ഇല്ലല്ലോ. ഗാന്ധിജിയുടെ സാന്നിധ്യം അവിടെ ഉള്ളത് എന്തുകൊണ്ടാണ്? ഈ ആളുകളൊക്കെ ഉൾപ്പെടെ അവിടെ ചെല്ലാൻ, ഈ ആളുകളൊക്കെ വിദേശികൾ ഉൾപ്പെടെ അവിടെ ചെല്ലാനുള്ള കാരണം എന്താണ്? കാര്യം എന്താണ്? ഗാന്ധിജിയുടെ സാന്നിധ്യമാണ് ആ സ്ഥലത്ത്. ഗാന്ധിജിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. എനിക്ക് അനുഭവപ്പെട്ടു ഗാന്ധിജിയുടെ സാന്നിധ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ. അത് അവിടെ ഇരിക്കുന്ന ചർക്കയും അത് മാത്രമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മുറി, അദ്ദേഹം ആഹാരം കഴിച്ച പാത്രം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് അവിടെ കാണാം. ഗാന്ധിജി അവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മൾ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാവും. പക്ഷേ ആ തോന്നൽ ഇല്ലാതാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ആ കെട്ടിടം അങ്ങ് പണിഞ്ഞിട്ട് ഒരു പോഷായിട്ടുള്ള വളരെ പലേഷ്യലായിട്ടുള്ള ഒരു ബംഗ്ലാവ് അങ്ങ് വെച്ചെന്നിരിക്കട്ടെ,
നല്ലതാണ്. ഒരു കെട്ടിടമൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ അത് വരുമാനം ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഗാന്ധിജിയുടെ പേരും പറഞ്ഞ് ഗാന്ധി ജീവിക്കാം. പക്ഷേ അതാണോ വേണ്ടത്? നമുക്ക് വേണ്ടത് ആ പൈതൃകം അതുപോലെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കാര്യമല്ലേ? ആ കെട്ടിടം അത് അതുപോലെ നിലനിൽക്കണം. അതിനെന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ ആ കേടുപാടുകൾ മാത്രം തീർക്കാം. അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ചെയ്യണം. ആ കേടുകൾ, ആ പൈതൃകം സ്മാരകമായിട്ട് അത് സംരക്ഷിക്കണം. അതല്ലേ വേണ്ടത്. അല്ലാതെ അത് ഇടിച്ചു പൊളിച്ച് കളയുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തീം പാർക്ക്, അവിടെ തീം പാർക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ലാളിത്യം, സിംപ്ലിസിറ്റി എന്ന് പറയുന്നതല്ലേ ഗാന്ധിജി. ആർക്കെങ്കിലും ഇന്ത്യയിൽ ഗാന്ധിജി ഒഴികെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന്, അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണെന്ന് ഒരു വിദേശ മാധ്യമ പ്രവർത്തകൻ ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഉത്തരം അതാണ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അത് പറയാൻ കഴിവുള്ള ആരുണ്ടെന്ന്? ഏത് രാഷ്ട്രീയ നേതാവുണ്ട് ഇവിടെ? ആരുമൊന്നില്ല അങ്ങനെ പറയാൻ കഴിയുന്നുള്ള. അത് ഗാന്ധിജി മാത്രമേ ഉള്ളൂ. ആ ഗാന്ധിജിയാണ് നമുക്ക് വേണ്ടത്. ആ ഗാന്ധിജി പറഞ്ഞേക്കുന്ന തത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അന്തസ്സത്തെ എന്ന് പറയുന്നത് അതാണ്. അത് കാത്തു സൂക്ഷിക്കുന്നതിന് പകരം അതിനെ തച്ച് തകർത്തിട്ട് പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതി ആ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. അതിൻ്റെ പുറത്ത് ഇപ്പോൾ സ്പെഷ്യൽ ലീവുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് തുഷാർ ഗാന്ധി പോകുന്നുണ്ട്. അത് സുപ്രീം കോടതി അതിൽ ശരിയായി ഇടപെടുമെന്നാണ് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇത് ആർട്ടിക്കിൾ 39 ഭരണഘടനയുടെ 39-ാം അനുച്ഛേദത്തിൻ്റെയും 49-ാം അനുച്ഛേദത്തിൻ്റെയും യഥാർത്ഥത്തെ അതിനെ ഹനിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെത്, ഗുജറാത്ത് സർക്കാർ ഒന്ന് തീരുമാനിക്കണം. ഗാന്ധിജിയോട് ഇപ്പോൾ ഇത്രയും വലിയ സ്നേഹം ആവശ്യമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഈ പൈതൃകം ഇവിടെ അതുപോലെ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഗാന്ധിജിയോട് സ്നേഹം വരും? നമുക്ക് ആ സ്നേഹമാകാം മനസ്സിലും, പക്ഷേ ആ സ്നേഹം കാണിക്കേണ്ടത് അവിടെ മാർബിളും ഗ്രാനൈറ്റും കൊണ്ടുവന്നിട്ടല്ല. ഗാന്ധിജി എങ്ങനെ അവിടെ ഉറങ്ങിയോ അതുപോലെ അവിടെ കിടക്കണം, അതുപോലെ സൂക്ഷിക്കണം. എത്ര കൊല്ലം കഴിഞ്ഞാലും സൂക്ഷിക്കണം. 1917 മുതലുള്ള അതാണല്ലോ, ആ സ്ഥാപിച്ചതാണല്ലോ ആശ്രമം. അന്ന് മുതൽ അത് ഇന്ന് വരെ അതേപോലെ നിലനിൽക്കുന്നല്ലോ. ഇനിയും അത് കാലങ്ങളോളം അതേപോലെ നിലനിൽക്കണം. അതേ അവസ്ഥയിൽ ഒരു മോഡിഫിക്കേഷനും അവിടെ ചെയ്യാൻ പാടില്ല. ഒരു രൂപാന്തരങ്ങൾ അവിടെ ചെയ്തു പോയാൽ അവിടെ നിന്ന് നമുക്ക് ഗാന്ധിജിയുടെ ഓർമ്മകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് വേണ്ടത് ഗാന്ധിജിയുടെ ഓർമ്മകളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഗാന്ധിജിയുടെ സൂക്തങ്ങൾ, തത്വങ്ങൾ, ഗാന്ധിജി പറഞ്ഞ തത്വസംഹിത, ഗാന്ധിയൻ ഫിലോസഫി, അതിനാണ് ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. ഒരു കാരണവശാലും അവിടെ മോഡിഫൈ ചെയ്തെടുത്ത് വൃത്തികേടാക്കരുത്. അവിടെ ഗ്രാനൈറ്റോ മാർബിളോ ഒട്ടിച്ച് നിങ്ങൾ വൃത്തികേടാക്കരുത്. ആ മണ്ണ് അവിടെ കാണണം. കാരണം അവിടെ ഗാന്ധിജിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണത്. ആ കെട്ടിടം അതുപോലെ കാണണം. കാരണം ഗാന്ധിജിയുടെ മണം ഉള്ള കെട്ടിടമാണത്. അത് അതുപോലെ നിലനിൽക്കണം. അങ്ങനെയായിരിക്കണം നമ്മൾ കരുതേണ്ടത്. ആ രീതിയിലായിരിക്കട്ടെ തുഷാർ ഗാന്ധിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്.